ഉദ്ധിതാ ദൈവമേ രക്ഷകാ സമാധാനമേ. ഗ്രേസ് ആൻഡ് തോട്ട്സിലെ പുതിയ അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ദുഃഖാന തിരുനാളാണ്. വിശുദ്ധ തോമാശ്ലീഹയുടെ ഈ ദിവസം തോമാശ്ലീഹയുടെ വിശ്വാസ ചൈതന്യവും അനുഗ്രഹവും സ്നേഹവും എല്ലാവർക്കും ലഭിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. എൻ്റെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ബെൽ ബട്ടൺ അമർത്തണം, ലൈക്ക് ചെയ്യണം, എല്ലാവരും എത്തിച്ചു കൊടുക്കണമെന്ന് വിനീതമായി ഞാൻ അപേക്ഷിക്കുന്നു. ഇന്ന് നമുക്ക് വളരെ ഗൗരവമായൊരു കാര്യത്തെപ്പറ്റിയാണ് ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത്. അതായത് കുടുംബവുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ, കുറച്ച് രഹസ്യങ്ങൾ വളരെ സ്നേഹപൂർവ്വം ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. അതായത് നമ്മുടെ ഇടയിൽ നിന്നും എൻ്റെ സ്വന്തം പെങ്ങളെ പോലെ, എനിക്ക് സ്വന്തം സഹോദരിയെ പോലെ മരിച്ചുപോയ രണ്ട് പേരാണ് ഷൈനിയും മേഘയും. ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകാനുള്ള കാരണങ്ങൾ എന്താണെന്ന് വളരെ ഗൗരവമായി ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുവാൻ ആഗ്രഹിക്കുകയാണ്. ഇതിനെപ്പറ്റി ചിന്തിക്കുമ്പോൾ പ്രധാനമായി 4 സ്റ്റെപ്പുകളാണ് നിങ്ങൾ അറിയേണ്ടത്. 1 മാനസികാവസ്ഥ, 2 ആത്മീയ അവസ്ഥ, 3 ശാരീരിക അവസ്ഥ, 4 സാമ്പത്തിക അവസ്ഥ. ആദ്യമായി നമുക്ക് മാനസിക അവസ്ഥയെ പറ്റിയാണ് ഞാൻ നിങ്ങളോട് പറയുവാൻ പോകുന്നത്. വിവാഹം കഴിക്കുവാൻ ആഗ്രഹിക്കുന്ന വധൂവരന്മാർ ആ വിവാഹം കഴിക്കുന്നതിന് തൊട്ട് മുൻപ് വരെ അവർ ഓരോരുത്തരുടെയും ജീവിതത്തിൽ എനർജി റിലേഷനിലൂടെ ഒരു ആത്മീയ അടിത്തറ പാകിയിട്ടുണ്ടായിരിക്കും. ഇതിന് നിക്ഷേപം എവിടെ ഒരു ഹൃദയമെന്ന് പറഞ്ഞതുപോലെ അവരുടെ ഓരോരുത്തരും അവരുടെ മാനസിക ജീവിതത്തിലൂടെ, മാനസിക എനർജി ബന്ധത്തിലൂടെ വ്യത്യസ്ത തരത്തിലുള്ള ഒരു എനർജി ഗ്രൂപ്പായിരിക്കും സൃഷ്ടിച്ച് വെച്ചിരിക്കുന്നത്. ഒരു വ്യക്തിയുടെ എനർജി ഗ്രൂപ്പ് മറ്റൊരു വ്യക്തിയിൽ നിന്ന് വ്യത്യസ്തമായിരിക്കും. ഇത്തരത്തിലുള്ളൊരവസ്ഥയിൽ വിവാഹം കഴിച്ച് കഴിയുമ്പോൾ രണ്ടുപേരുടെയും മാനസികാവസ്ഥകൾ വ്യത്യസ്ത തലങ്ങളാണെന്ന് 100% ഉറപ്പാണ്. ഒരു 10% പേര് മാത്രമേ രണ്ടുപേരും തമ്മിൽ ഒരുമിച്ച് യോജിപ്പിച്ച് പോകുന്നുള്ളൂ. ബാക്കി 90% പേരുടെയും ഈ എനർജി റിലേഷൻ വ്യത്യസ്തമായിരിക്കും. അവർ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന അവസ്ഥകൾ വ്യത്യസ്തമായിരിക്കും. ഈ അവസ്ഥ വെച്ച് നോക്കുമ്പോൾ ഉദാഹരണമായി പഠിച്ചുകൊണ്ട് പഠിപ്പിക്കുക എന്നതും, ജോലി ചെയ്തുകൊണ്ട് ജോലി ചെയ്യിക്കുക എന്നതും, സ്നേഹിച്ചുകൊണ്ട് സ്നേഹിപ്പിക്കുക എന്ന ഒത്തിരി തത്ശാസ്ത്രങ്ങളുണ്ട്. അത് ഇൻട്രാവേഴ്സ് ആൻഡ് എക്സ്ട്രാവേഴ്സ്. അപ്പം ചില ഭർത്താക്കന്മാരാകട്ടെ അവർ സ്വന്തം കാര്യങ്ങളോടൊപ്പം മറ്റുള്ളവരുടെ കാര്യങ്ങളോട് ചെയ്തു പോയവരായിരിക്കും. അതുപോലെ തന്നെ ചില ഭാര്യമാരും. ഈ അവസരത്തിൽ വിവാഹത്തിന് ശേഷം ഈ 2 തലങ്ങളിലൂടെയുള്ള അവസ്ഥകൾ യോജിപ്പിച്ച് കൊണ്ടുപോവുക എന്നത് പറയുമ്പോൾ ഒരു വ്യക്തി അങ്ങനെയാവുമ്പോൾ മറ്റൊരു വ്യക്തി വേറൊരു തലമാവുമ്പോൾ 2 തരത്തിലുള്ള ചിന്താഗതി കടന്നു പോകും. പക്ഷേ ഈ തിരിച്ചറിവിലൂടെ രണ്ടുപേരും അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്ത് ഈ തലങ്ങൾ മനസ്സിലാക്കി ആ തലത്തിലൂടെ കടന്നു വന്ന് ഒരു പുതിയ എനർജി റിലേഷൻ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ അവരുടെ ജീവിതം ധന്യമായി തീരും. ഒരു കൊച്ച് വല നെയ്തുണ്ടാക്കുകയാണ്. 10 ക്ലാസ്സിൽ എത്തുമ്പോൾ ആ വല വളരെ മനോഹരമായി പൂർത്തിയാക്കുന്നത് പോലെ ആ വിവാഹ ജീവിതം തുടങ്ങിയ നിമിഷം മുതൽ അവരുടെ ആ പരസ്പര ബന്ധത്തിലൂടെ ഒരു പോസിറ്റീവ് എനർജിയിലൂടെ ഒരു റിലേഷൻ സ്ഥാപിച്ച് തുടങ്ങിയാൽ അവർ ജീവിതത്തിൽ വിജയിക്കുന്നവരായിരിക്കും. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അവർ ആദ്യത്തെ തലത്തൂടെ പോകുന്നവരാണെങ്കിൽ ഒരുപക്ഷെ പണിയെടുപ്പിക്കുന്നവരാണെങ്കിൽ കുടുംബത്തിനേക്കാൾ കൂടുതൽ മറ്റുള്ള പ്രാധാന്യമായിരിക്കും ഉണ്ടാകുക. അതുപോലെ തന്നെ പല കാര്യങ്ങളും ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയിൽ നിന്ന് വ്യത്യസ്തമായി പോകുന്ന അവസ്ഥയാണ് കാണാൻ സാധിക്കുന്നത്. ഈ അവസരത്തിൽ പരസ്പരം മനസ്സിലാക്കുവാനോ പരസ്പരം സപ്പോർട്ട് ചെയ്യുവാനോ പഴയ കാര്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി പുതിയ തലത്തിലൂടെ കടന്നു വന്നവരാണെന്ന് മനസ്സിലാക്കി പുതിയൊരു എനർജി റിലേഷനിലൂടെ തങ്ങളുടെ നിക്ഷേപം, ആത്മീയ നിക്ഷേപം അല്ലെങ്കിൽ എനർജി ടു എനർജിയിലുള്ള ആ നിക്ഷേപ ചൈതന്യം ഉണ്ടാക്കിയാൽ മാത്രമേ ഒരു ജീവിതത്തിന് യഥാർത്ഥ തലത്തിലേക്ക് കടക്കുവാൻ കഴിയുള്ളൂ. ഇതിൽ നിന്ന് വ്യത്യസ്തമായി പോകുമ്പോൾ പരസ്പരം വിശ്വസ്തത നഷ്ടപ്പെടുകയും
ഒറ്റപ്പെട്ടു പോകുന്ന അവസ്ഥയിലേക്ക് കടന്നു പോവുകയും ചെയ്യുന്ന ഒരവസ്ഥയിലൂടെ കടന്നു പോകാൻ മാനസിക പക്വതയില്ലാതെ അല്ലെങ്കിൽ ഈ പരസ്പര റിലേഷനിലുള്ള ചൈതന്യം ഇല്ലാതിരിക്കുകയും അങ്ങനെയാണ് പലപ്പോഴും സൂസൈഡ് അറ്റംപ്റ്റിലേക്കും ഒറ്റപ്പെട്ട അവസ്ഥയിലേക്കും ഡൈവേഴ്സിലേക്കും കടക്കുന്നതെന്നുള്ള സത്യം തിരിച്ചറിഞ്ഞ് മനസ്സിലാക്കണം. അപ്പം എനർജി ടു എനർജൈസേഷനിലൂടെ ആദ്യമുണ്ടാക്കിയ ആ അവസ്ഥ കല്യാണത്തിന് ശേഷം തുടർന്നുകൊണ്ട് പോകുന്ന അവസ്ഥ. എല്ലാ അഭിരുചികളും അതിലുണ്ട്. എല്ലാം എടുത്തു പറയുന്നില്ല. സമ്പത്തിനോടുള്ള അഭിരുചിയാകാം, സെക്സിനോട് അഭിരുചിയാകാം, മറ്റു തരത്തിലുള്ള മനുഷ്യങ്ങളോടുള്ള അഭിരുചിയാകാം. അവർ ആ തലത്തിൽ നിൽക്കാതെ പഴയ തലത്തിലൂടെ തുടരുമ്പോൾ ഒരിക്കലും അവർക്കൊരു കുടുംബത്തിന് ചൈതന്യം പുലർത്താൻ കഴിയുന്ന ആ ഒരു ബന്ധത്തിലൂടെ തകർച്ചയാണ് പരസ്പരം പിന്നീട് അത് പല അപകടത്തിലേക്കും കടന്നു ചാടുന്നത്. അതോടൊപ്പം തന്നെ കാര്യസാധ്യത്തിന് വേണ്ടിയുള്ള എനർജി റിലേഷനിലുള്ള യോജിപ്പുകളും അതാണ് പലപ്പോഴും പിന്നീട് കാര്യസാധ്യത്തിന് ശേഷം അത് പിന്നീട് ഉപേക്ഷിക്കപ്പെടുമ്പോൾ ഒരു വിഭാഗത്തിന് അല്ലെങ്കിൽ ഭാര്യയ്ക്കല്ല ഭർത്താവിന് ജീവിതത്തിൽ പരാജയത്തിലേക്ക് സംഭവിക്കുകയും അങ്ങനെ മാനസിക പക്വതയിൽ നിന്നും അവർ നശിച്ചു പോവുകയും ചെയ്യുന്നു. രണ്ടാമത്തെ തലമാണ് ആത്മീയ ചൈതന്യം അല്ല ആത്മീയ പക്വത. നമുക്കറിയാം, പള്ളിയിൽ പോകുമ്പോൾ ഒരിക്കലും ദൈവത്തിൻ്റെ ആ അരൂപിയുടെ എനർജി റിലേഷൻ നമ്മുടെ ആത്മാവിലേക്ക് ജീവിലേക്ക് കടന്നു വരണമെന്നില്ല. കാരണം അവർ പള്ളിയിൽ വരുന്ന സമയത്ത് ആ സമയത്ത് മറ്റ് റിലേഷനാണ് അവരുടെ മനസ്സും ചിന്തയെങ്കിൽ ആ റിലേഷത്തിന് കടന്നു പോകും. എന്നാൽ ആ റിലേഷൻ അതായത് ആ സമയത്ത് വിശുദ്ധ കുർബാന അല്ലെങ്കിൽ അമ്പലത്തിൽ പൂജ സമയം ഏതെങ്കിലും ആകട്ടെ അല്ലെങ്കിൽ നിസ്കരിക്കുന്ന സമയം അത് ആ ദൈവവുമായിട്ടുള്ള റിലേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ അത് യഥാർത്ഥ ദൈവിക ചൈതന്യത്തിലുള്ള തീരുമാനങ്ങളും കാര്യങ്ങളും ഏറ്റെടുക്കുവാൻ അല്ലെങ്കിൽ മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. പലപ്പോഴും ആ പള്ളിയിൽ വരുന്ന സമയം കൊണ്ട് ദൈവത്തെ നേടണമെന്നൊന്നും ഒരിക്കലും പറയുവാൻ സാധിക്കുകയില്ല. കാരണം അവരുടെ മാനസിക ചിന്ത അനുസരിച്ചാണ് അല്ലെങ്കിൽ അവരുടെ സമ്മതം അനുസരിച്ചാണ് ആ അരൂപിയിലേക്കുള്ള മുറിച്ചുകൊണ്ടും ചേരുന്ന അവസ്ഥയിലൂടെയാണ് അവർക്ക് ആത്മീയ ചൈതന്യത്തിൻ്റെ പക്വത ലഭിക്കുകയുള്ളൂ. പലപ്പോഴും നമുക്കറിയാം, ചിലർ പള്ളിയിൽ വരുമ്പോൾ അമ്പലത്തിൽ മാറി നിൽക്കാറുണ്ട്. എന്തുകൊണ്ടാണ്? അവരുടെ ജീവിതത്തിലുള്ള ചില എനർജി റിലേഷനുകൾ ദൈവീയ ചൈതന്യത്തിലൂടെ മാറ്റപ്പെടുമെന്ന് മനസ്സിലാക്കുമ്പോഴും ചില തെറ്റുകളും കുറവുകളിലൂടെ പോകുന്ന അവസ്ഥ ആ ദൈവീയ ചൈതന്യത്തിലേക്ക് വരുമ്പോൾ അവർ അതിൽ നിന്ന് മാറിപ്പോകുന്നു മനസ്സിലാക്കി അല്ലെങ്കിൽ അവരുടെ വലിയ ബിസിനസ് രംഗങ്ങൾ ചില ദൈവീയ ചൈതന്യത്തിലേക്ക് കടക്കുമ്പോൾ ബന്ധനങ്ങളിലൂടെയുള്ളതാണെങ്കിൽ ദൈവീക ചൈതന്യത്തിലൂടെ അല്ലാത്തവയാണെങ്കിൽ അത് നഷ്ടപ്പെടുന്നത് മനസ്സിലാക്കിയാണ് ചിലപ്പോൾ പുറയിൽ പോയി പലരും നിൽക്കുന്നതും പള്ളിയിൽ പോകുമ്പോഴും അല്ലെങ്കിൽ അതുപോലെ തന്നെ അവർ പള്ളിയിൽ വരാത്തതും ധ്യാനത്തിൽ വരാത്തതും അമ്പലങ്ങളിൽ പോകാത്തതും യഥാർത്ഥത്തിൽ പള്ളിയിൽ നിസ്കരിക്കാൻ പോകാത്തതൊക്കെ. അപ്പോൾ ആ ഒരു ചൈതന്യത്തിൽ ഒരിക്കലും ഒരു മാനസിക പക്വത ഉണ്ടാവില്ല. അതുകൊണ്ടാണ് എപ്പോഴും പള്ളിയിൽ പോകുന്ന വ്യക്തി ഒരിക്കലും സൂസൈഡ് ചെയ്യുന്നത് കേൾക്കാം. എന്തുകൊണ്ടാണ്? അവർക്ക് ആ പള്ളിയിലൂടെയുള്ള ആ എനർജി ഗ്രൂപ്പിലുള്ള റിലേഷനിലൂടെ എത്തിച്ചേരുവാൻ ആ കൂട്ടായ്മയിൽ എത്തിച്ചേരാൻ പലപ്പോഴും പറ്റുന്നില്ല. വന്നു എല്ലാ ദിവസവും പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. മൂന്നാമത്തെ കാര്യം സാമ്പത്തിക ഭദ്രതയുടെ പ്രശ്നമാണ്. സാമ്പത്തിക ഭദ്രത എന്ന് പറയുമ്പോൾ പലപ്പോഴും ഒരു ജോലിയിൽ മാത്രം ആശ്രയിച്ച് ജീവിക്കുക വളരെ ബുദ്ധിമുട്ടാണ് ഇന്നത്തെ കാലത്ത്. അതായത് ഒരു ജോലി ഉണ്ടെങ്കിൽ അതോടൊപ്പം കുടുംബത്തിൽ ചെറിയ ആദായം കൂടി ഉണ്ടെങ്കിൽ പലപ്പോഴും നമുക്ക് ആദായം കൊണ്ട് ചിലവ് കഴിഞ്ഞ് ജോലിയുടെ പൈസ കുറച്ച് മാറ്റി വെച്ച് നമുക്ക് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റും. എന്നാൽ പലപ്പോഴും ഒരു ജോലിയിൽ ആശ്രയിക്കുന്ന വ്യക്തി അതിൽ മാത്രം ആശ്രയിച്ച് പോകുമ്പോൾ കംപ്ലീറ്റ് പൈസ അവർ തീർന്ന് സാമ്പത്തിക തകർച്ചയിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. ആ സമയത്ത് അവർ വീടുകളിലൂടെ വലിയ കോഴി വളർത്തലോ അല്ലെങ്കിൽ മൃഗങ്ങളെ വളർത്തുകയോ പശുവിനെ വളർത്തി പാല് കൊടുക്കുകയോ മറ്റ് കൃഷിപ്പരിപാടി ചെയ്യുകയോ അല്ലെങ്കിൽ ഏജൻസിയൊന്നും ഇല്ലാതെ മറ്റു തരത്തിലൂടെ ചില സാധനങ്ങൾ കൊടുത്ത് 5 പൈസ ഉണ്ടാക്കുകയോ ഭക്ഷണ സാധനം ഉണ്ടാക്കി വിൽക്കുകയോ ചെയ്താൽ അവർക്ക് കുറച്ച് പൈസ ഏൺ ചെയ്യും. ആ പൈസ കൊണ്ട് അവർക്ക് കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ സാമ്പത്തിക തരും. അതോടൊപ്പം മറ്റ് പ്രധാനപ്പെട്ട കാര്യം, ഒരു 10 ലക്ഷം രൂപ ലോൺ എടുത്ത് കഴിയുമ്പോൾ നമ്മൾ 10 ലക്ഷം രൂപ നമ്മുടെ ഇൻട്രസ്റ്റ് അടച്ചത് കൂടാതെ കുറച്ചുകൂടെ കൂട്ടി അടയ്ക്കുന്നതിനേക്കാൾ നല്ലത് ആ പലിശ അടച്ച് ബാക്കി പൈസ ഒരു LICയിലോ KSFയിലോ ഇടാൻ പറ്റണം. LIC കൂടുതൽ സമയം കഴിഞ്ഞ് കിട്ടണമെങ്കിൽ വെളിച്ചം നമുക്ക് നമ്മളെ മുന്നോട്ട് നയിച്ച് കൂടുതൽ കുറച്ച് താമസത്തിലൂടെ കിട്ടണമെങ്കിൽ അല്ലെങ്കിൽ കുട്ടികൾക്ക് വലുതായി കിട്ടണമെങ്കിൽ വലുതായി പഠിക്കാനും അവരുടെ വിവാഹാവശ്യത്തിലൊക്കെ കിട്ടണമെങ്കിൽ LIC ആണ് നല്ലത്. അവർക്ക് വെളിച്ചവും ലഭിക്കും, അവസാനം അർഹതപ്പെട്ട പൈസയും കിട്ടും. എന്നാൽ പെട്ടെന്ന് നമുക്ക് ആവശ്യം നടക്കണമെങ്കിൽ KSF, ഉദാഹരണമായി 5 ലക്ഷം രൂപയുടെ പദ്ധതി നമുക്ക് ലോൺ എടുത്ത് വിചാരിക്കാം. അപ്പോൾ നമ്മൾ ലോൺ അടച്ച് കറക്റ്റ് പലിശ അടച്ചൊരു 10,000-4,000 രൂപ ബാക്കിയൊന്ന് വിചാരിക്കുക. അത് നമ്മുടെ ലോണിലേക്ക് അടയ്ക്കരുത്, പകരം KSF ചേരുക. ഒരു പക്ഷേ ഒരു മൾട്ടി ഡിവിഷൻ ചിട്ടിയാണ് കിട്ടിക്കഴിഞ്ഞാൽ ആ പൈസ എടുത്ത് ലോൺ അടയ്ക്കുകയും അവസാനം നമ്മൾ അതിൽ നിന്ന് മുക്തി തരും. ഈ KSFയുടെ പൈസ നമുക്ക് അതിൻ്റെ പലിശ പോലും അടയ്ക്കണം, മുതലടച്ചടിച്ച് കൊണ്ടുപോയാൽ മതി. പലപ്പോഴും തെറ്റിദ്ധരിക്കാറുണ്ട്, KSFയിൽ പൈസ അടച്ച് കഴിയുമ്പോൾ അതിൻ്റെ പലിശ മേടിക്കുന്നു. ഒരിക്കലും ലോൺ എടുത്തു കഴിഞ്ഞാൽ പലിശ മേടിക്കുന്നത് ഡേറ്റ് കഴിഞ്ഞാൽ മാത്രമാണ് അതിൻ്റെ പലിശ മേടിക്കാൻ ചെറിയ പലിശ മേടിക്കുകയുള്ളൂ. അപ്പോൾ വേറെ കാര്യം കൂടെ ചെയ്യാം. നമ്മൾ 5 ലക്ഷം രൂപയുടെ പദ്ധതി ചേർന്നു, ആ പൈസ നമുക്ക് കിട്ടി.
നമുക്ക് ലോണൊന്നും ഇല്ല, ആ പൈസ നമ്മൾ FD ഇട്ട് അവിടെ തന്നെ FD ഇട്ട് അതിൻ്റെ പലിശ എടുത്ത് വേറെ കേസ് വീണ് ചേരുവാണെങ്കിൽ നമുക്ക് പലിശ മുടക്ക് നമുക്ക് ആ പൈസ ഇങ്ങനെ പൊലിപ്പിച്ച് കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും അങ്ങനെ ചിന്തിക്കുവാനുള്ള സമയം കിട്ടുന്നില്ല. വേറൊരു കാര്യം കൂടെ പറയാം. നമ്മൾക്കൊരു 1000 രൂപ ആവശ്യമുണ്ടെങ്കിൽ, 1000 രൂപ അടുത്ത മാസം 10-ാം തീയതി ആവശ്യമുണ്ടെങ്കിൽ ഒരാളോട് പറഞ്ഞു വെച്ചാൽ പലപ്പോഴും 1000 രൂപ മുടങ്ങിപ്പോകാൻ സാധ്യതയുണ്ട്. ഒരു 5 പേരോട് ചോദിച്ചു വെക്കുക. അല്ലെങ്കിൽ ഈ 1000 രൂപയുള്ളത് പലരോടും 200-ഉം 300-ഉമായിട്ട് ചോദിച്ചു വെക്കുക. അങ്ങനെയാണെങ്കിൽ 1000 കിട്ടിയില്ലേ ഒരു 500 കിട്ടും. 5 പേരോട് അല്ലെങ്കിൽ 10 പേരോട് 1000 രൂപ ചോദിച്ചു വെച്ചാൽ ഒരെണ്ണം എന്തായാലും നമുക്ക് കിട്ടും. അല്ലെങ്കിൽ പലപ്പോഴും അത് നമ്മൾ ഉള്ളിലുള്ള നെഗറ്റീവ് എനർജിയാണ് നമ്മളിലുള്ള കുറവ് മനസ്സിലാക്കി നമ്മളെ നാശത്തിലേക്ക് നയിക്കുന്നത് എന്നാൽ തിരിച്ചറിവ് നമുക്ക് വേണം. പലപ്പോഴും ഒരു കല്യാണത്തിന് വേണ്ടി ഒരു 10 ലക്ഷം രൂപ കടം ബാധ്യത പറിച്ചു. ആ 3-4 മാസം ചോദിക്കും പറയും ആ പൈസ ഇല്ല എന്നാണ് പലപ്പോഴും പറയുന്നത്. അങ്ങനെ ആത്മഹത്യ ചെയ്തവർ വരെ ഉണ്ട്. പലപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഞാൻ എൻ്റെ ജീവിതാനുഭവം കൊണ്ട് പറയുന്നതാണ്. ഒരു 100 രൂപ വേണമെങ്കിൽ 10 പേരോട് ചോദിച്ചാൽ ഒരു സ്ഥലത്ത് കിട്ടുള്ളൂ, ബാക്കി മുടങ്ങിപ്പോകാൻ സാധ്യതയുണ്ട്. അതോടൊപ്പം നമ്മൾ മനസ്സിലാക്കുക ഏറ്റവും വലിയ രഹസ്യം, ഞാൻ പറഞ്ഞ ആദ്യത്തെ മാനസിക പക്വതയാണെങ്കിലും രണ്ടാമത്തെ സാമ്പത്തിക പക്വതയാണെങ്കിലും അതിൻ്റെ ഉള്ളിൽ നമ്മൾ ഓരോ വ്യക്തിയുടെയും ഉള്ളിൻ്റെ ഉള്ളിൽ വസിക്കുന്ന കുറവിനെ മനസ്സിലാക്കിയാണ് നമ്മുടെ നെഗറ്റീവ് എനർജി നമ്മളെ നഷ്ടത്തിലേക്ക് കൊണ്ടുപോകുന്നത്. ലോകം എപ്പോഴും നാശത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ പോസിറ്റീവ് എനർജിയായ ദൈവം നമ്മളെ നന്മയിലേക്കും രക്ഷയിലേക്കും കൊണ്ടുപോകുന്നു. എപ്പോഴും നെഗറ്റീവ് എനർജി നമ്മൾ നശിപ്പിക്കുവാൻ നോക്കുമ്പോൾ പോസിറ്റീവ് എനർജി രക്ഷയിലേക്ക് നയിക്കാനാണ് നോക്കുന്നത്. പോസിറ്റീവ് എനർജി ദൈവമാണ്. നെഗറ്റീവ് എനർജിയിൽ പിശാച് എന്നൊക്കെ പറയാം നമ്മളിലുള്ള തിന്മയുടെ ശക്തിയാണ്. അപ്പോൾ തിന്മയുടെ ശക്തി ഓരോരുത്തരെയും മനസ്സിലാക്കി, കുറവുകൾ മനസ്സിലാക്കി ആ കുറവിലൂടെ നമ്മളെ ഇല്ലായ്മ ചെയ്യുവാൻ, നാശത്തിലേക്ക് നയിക്കുവാൻ, അല്ലെങ്കിൽ നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് എടുക്കപ്പെടുവാൻ തന്നെ നയിക്കുന്ന ശക്തിയാണ്. അത് വേറെ ആരും ചെയ്യുന്നതൊന്നുമല്ല, അത് നെഗറ്റീവ് എനർജിയിലൂടെ വരുന്ന സംഭവമാണ്. ആ തിരിച്ചറിവ് നമുക്കുണ്ടായിരിക്കണം. നമ്മൾ കുറവിനെ നമുക്ക് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും? മാനസിക പക്വതയുടെ കുറവാണ്, സാമ്പത്തിക പക്വതയുടെ കുറവാണ്, അത് മനസ്സിലാക്കണം. മൂന്നാമത്തെ കാര്യം നമ്മൾ പറയുന്നത് സാമ്പത്തിക പക്വത പറഞ്ഞു, മാനസിക പക്വത പറഞ്ഞു, അതുപോലെ തന്നെ ആത്മീയ പക്വത പറഞ്ഞു. അടുത്തത് ശാരീരിക പക്വത. ഇപ്പം നന്നായിട്ട് കറുത്തുള്ളൊരു വ്യക്തിയെ ഒരു വെളുത്തയാൾ കല്യാണം കഴിച്ച് കഴിഞ്ഞിട്ട് കുറേ നാളെ പറയാം, ഓ നീ കറുത്തതായിപ്പോയി അല്ലെങ്കിൽ നീ വെളുത്തതായിപ്പോയി എന്ന് പറഞ്ഞ കാര്യമില്ല. ഒരച്ഛൻ എന്ന തത്വശാസ്ത്രവും അമ്മ എന്ന തത്വശാസ്ത്രവുമാണ് ആ 2 തലത്തിൽ കിടക്കുന്നത്. അപ്പോൾ ഈ അവസരത്തിൽ അത് ഉൾക്കൊള്ളണമെങ്കിൽ ആദ്യം തന്നെ അത് മനസ്സിലാക്കണം. അല്ലെങ്കിൽ കുറേ നാൾ കഴിയുമ്പോൾ ലഭിക്കേണ്ട ആനുകൂല്യങ്ങളെ സ്വീകരിച്ച് ലഭിക്കേണ്ട സുഖങ്ങളെല്ലാം സ്വീകരിച്ച് അവസാനം അതിനെതിരെ പറയുന്നത് പിറുപിറുക്കുന്നത് ഒരു നെഗറ്റീവ് എനർജി അവനിൽ കിടക്കുന്നതുകൊണ്ട്. അപ്പോൾ വളരെ ശ്രദ്ധിക്കണം. ഈ വിവാഹ ജീവിതത്തിൽ അല്ലെങ്കിൽ കുടുംബ ജീവിതത്തിൽ ഈ 4 പക്വതയും വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണെന്ന് ഈ ദിവസം ഞാൻ നിങ്ങളെ ഓർപ്പിക്കുകയാണ്. അപ്പോൾ ഏറ്റവും പ്രധാനമായി ഞാൻ നിങ്ങളോട് പറഞ്ഞു തന്ന കാര്യം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. നമ്മളിലുള്ള കുറവുകളെ ആണ് നമ്മൾ ഇല്ലായ്മ ചെയ്യാൻ നോക്കുന്നത്. കുറവുകളാണ് നമ്മുടെ എതിർശക്തിയായ ദുഷ്ടശക്തിയെ നമ്മളെ മനസ്സിലാക്കി നമ്മളെ ഇല്ലായ്മ ചെയ്യാൻ ഉപയോഗിക്കുന്ന തന്ത്രം. അത് എങ്ങനെ കടന്നു വരുന്നുവെന്ന് പലപ്പോഴും നമ്മൾ ചിന്തിക്കാറുണ്ട്. അതുകൊണ്ട് നമ്മൾ ഈ പ്രധാനപ്പെട്ട ദിവസമായ ദുഃഖാന തിരുനാളിൽ നമ്മളെ കുടുംബജീവിതത്തിൽ ഞാൻ ആദ്യം പറഞ്ഞ തലങ്ങൾ പിന്നീട് അടുത്ത വീഡിയോയിൽ ഇടയ്ക്ക് വല്ലപ്പോഴായിട്ട് ഞാൻ കുറച്ചായിട്ട് പറഞ്ഞുതരാം. ഒത്തിരി സമയം ഞാനിന്ന് കളയുന്നില്ല. ഇപ്പം 4 പക്വതയും ചിന്തിച്ചുകൊണ്ട് ഏറ്റവും പ്രധാനമായി ഉള്ളിൻ്റെ ഉള്ളിലുള്ള നമ്മൾ വിവാഹം കഴിക്കുന്നതിന് മുമ്പുള്ള എനർജി റിലേഷൻ ഏതൊക്കെ എടുത്ത് കളയേണ്ടതുണ്ട്, ഏതൊക്കെ സ്വീകരിക്കേണ്ടതുണ്ട്, പുതുതായി ഒന്ന് സ്റ്റാർട്ട് ചെയ്യുവാനുള്ള ഒരു മനസ്സും അതിനുവേണ്ടി ഒരു കമ്മ്യൂണിക്കേഷൻ സ്കില്ലും പരസ്പരം ഉണ്ടായാൽ മാത്രമേ ഇനിയുള്ള കാലത്ത് കുടുംബജീവിതം വിജയിക്കുകയുള്ളൂ. മാത്രമല്ല പെൺകുട്ടികളാലെ പ്രത്യേകിച്ച് വിവാഹം വരെ ഇനി കഴിക്കുമെന്നറിയില്ല, അത്ര പക്വത ഉണ്ടെങ്കിൽ മാത്രമേ അവർ വിവാഹത്തിന് വേണ്ടി കാത്തിരിക്കുകയുള്ളൂ എന്നുള്ള ന്യൂസുകളും പലപ്പോഴും പലരുടെ സംസാരത്തിൽ കിട്ടാറുണ്ട്. ഈ അവസരത്തിൽ നമ്മുടെ കുടുംബജീവിതങ്ങൾ ഏറ്റവും പക്വത നിറഞ്ഞതും സമാധാനം നിറഞ്ഞതും അസമാധാനത്തിൽ നയിക്കാതെ, അതുപോലെ തന്നെ ഏറ്റവും പ്രധാനമായിട്ടും നാശത്തിലേക്ക് നയിക്കാതെ അല്ലെങ്കിൽ ആത്മഹത്യയിലേക്ക് നയിക്കാതെ അവ തിരിച്ചറിഞ്ഞ്, ഞാൻ പറഞ്ഞ കാര്യങ്ങൾ തിരിച്ചറിഞ്ഞ് ഒരു നല്ല കുടുംബം നയിക്കൽ എല്ലാവരെയും ദൈവം ഈ തിരുനാൾ ദിവസം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ കൊച്ചുവാക്കൾ നിർത്തുന്നു. എല്ലാവർക്കും 1000 തിരുനാളിൻ്റെ ആശംസകൾ. ദുഃഖാന തിരുനാളിലൂടെ സമാധാനത്തിലേക്ക് ദൈവം എല്ലാവരെയും മുന്നോട്ട് നയിക്കട്ടെ.